മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമുക്ക് വളരെ പരിചയമായുള്ള സുവിശേഷ ഭാഗമാണ്. വിധക്കാരൻ്റെ ഉപമ. 3 നിലങ്ങളെക്കുറിച്ച് അവിടെ ഈശോ പറയുകയാണ്, പ്രധാനമായിട്ട് ആദ്യ ഭാഗത്ത്. പിന്നീട് ഒരു നിലത്തെക്കുറിച്ചും പറയുന്നു. ആദ്യത്തെ 3 നിലങ്ങളിൽ വിധക്കാരൻ വിതച്ച വിത്ത് അത് ഫലം നൽകിയില്ല. ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് എടുത്തുകൊണ്ട് പോയി. പാറപ്പുറത്ത് വീണു, അത് മണ്ണിന് ആഴമില്ലാതിരുന്നു കൊണ്ട് അത് വീണുപോയി. അതല്ലെങ്കിൽ മുള്ളുകൾക്കിടയിൽ വീണു, മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ പലപ്പോഴും ദൈവവചനം ശ്രവിച്ചിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കാത്ത കുടുംബങ്ങൾ, വ്യക്തികൾ, എത്രയോ ധ്യാനങ്ങൾ കൂടി, എത്രയോ ദൈവവചന പ്രഘോഷണങ്ങൾ, കൺവെൻഷനുകൾ കൂടി, എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നുണ്ട്. പക്ഷേ ദൈവവചനം അതിൻ്റെ പൂർണ്ണതയിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല. വചനത്തിന് ശക്തി ഇല്ലാത്തത് കൊണ്ട് അല്ല. കാരണം നമ്മളിന്ന് വായിച്ചു കേട്ട ആദ്യത്തെ ലേഖന ഭാഗത്ത്, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വായിച്ചു നോക്കിയേ. വചനം കൃത്യമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. സജീവമാണ്, ഊർജ്ജസ്വലമാണ്. ഇരുതല വാള്, 2 ഭാഗത്തേക്ക് വെട്ടിയാലേ വിട്ടുകൊള്ളുന്ന തരത്തിലുള്ള വാള്, അതിനേക്കാളും മൂർച്ചയുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, സഭയുടെ ചരിത്രത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ട്, വചനം ശ്രവിച്ച് അതല്ലെങ്കിൽ വായിച്ചത് കൊണ്ട് മാത്രം അനേകം പേര്, പ്രത്യേകിച്ച് നിരീശ്വരവാദികളായിട്ടുണ്ടായിരുന്നവർ, ദൈവവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞവർ, അവർ ദൈവവിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങളെ അവർ മാറ്റി എഴുതിയിട്ടുണ്ട്. പാപത്തിനടിമപ്പെട്ട വ്യക്തികൾ അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അവർ ജീവിതത്തിൽ അപ്രകാരം അവർക്ക് സംഭവിച്ചത് അവരുടെ ജീവിതത്തിലെ നിലങ്ങൾ, ഹൃദയങ്ങൾ അവർ നന്നായിട്ട് ഒരുക്കിയത് കൊണ്ടാണ്. ദൈവവചനം എന്നും ശക്തിയുള്ളതാണ്. പലതരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നമ്മൾ ബൈബിളിൽ കാണുന്ന ഏറ്റവും വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാര്യമാണ് സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ ഇതേ വചനം കൊണ്ട്, നമ്മൾ ശ്രവിക്കുന്ന വചനം കൊണ്ട്, വായിക്കുന്ന വചനം കൊണ്ടാണ് കർത്താവ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. കാരണം സജീവവും ഊർജ്ജസ്വലവുമാണ് വചനമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതേ വചനം കൊണ്ട്, വചനം എന്നുള്ളതിന് സമമായിട്ട് നിൽക്കുന്നത് യേശുക്രിസ്തുവാണ്. വചനം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം, ദ ഫസ്റ്റ് ബുക്ക് ഓഫ് ദ ബൈബിൾ, ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 3 ഇപ്രകാരം പറയുകയാണ്, ദൈവം അരുളി ചെയ്തു, എന്തുണ്ടായി? വെളിച്ചം ഉണ്ടായി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇനി 6-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാവട്ടെ. ദൈവം വീണ്ടും അരുളിച്ചു. വചനം കൊണ്ട് കർത്താവ് സൃഷ്ടിക്കുകയാണ്. 14-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. 14-ാമത്തെ വചനം വീണ്ടും പറയുകയാണ്, ദൈവം വീണ്ടും അരുളി ചെയ്തു. കണ്ടോ, അവിടെ രാവും പകലും ഉണ്ടായി. 20-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. ദൈവം വീണ്ടും അരുളി ചെയ്തു, പുറപ്പെടുവിക്കട്ടെ. അവിടെ അതുണ്ടായി. 24-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. ദൈവം വീണ്ടും അരുളി ചെയ്തു, ഭൂമിയെല്ലാം ജീവിത കന്നുകാലികളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇഴജന്തുക്കളുണ്ടായി, എല്ലാ അനിമൽസും ഉണ്ടായി. 26-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. ദൈവം വീണ്ടും അരുളി ചെയ്തു. ഇനിയും ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാം കർത്താവ് വചനത്താൽ എല്ലാം ഉണ്ടാക്കിയെങ്കിൽ മനുഷ്യനെ കർത്താവ് സ്വന്തം ഛായയിൽ, സാദൃശ്യത്തിൽ, ഹൃദയത്തിൽ നിന്ന് സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു തലമാണ് സഹോദരങ്ങളെ മനുഷ്യ ഹൃദയങ്ങൾ. ബാക്കിയെല്ലാം വചനത്താൽ കർത്താവ് ഉണ്ടാക്കിയെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ ഛായയിൽ നിന്ന്, സാദൃശ്യത്തിൽ നിന്ന് അകന്നു പോവാതെ ഇരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്രകാരം നമ്മൾ അകന്നു പോയാൽ ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ ഫലം പുറപ്പെടുവിക്കത്തില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 105 വചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 വചനം വായിച്ചു നോക്കിയേ. അങ്ങയുടെ വചനം, നോക്കിക്കേ, നമ്മളൊരു ടോർച്ച് ലൈറ്റ് നമ്മുടെ കാലിൽ കെട്ടിത്തൂക്കി നടക്കുന്നത് പോലെ ദൈവവചനം നമ്മളെ കാക്കും. നമ്മളിങ്ങനെ ടോർച്ച് അടിച്ച് നടക്കും. പക്ഷെ വചനം പറയുകയാണ്, നിൻ്റെ കാലിൽ നീ ഒരു റാന്തൽ വിളക്ക് ഇല്ലെങ്കിൽ വിളക്ക് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നീ അന്ധകാരത്തിൽ നടക്കാതിരിക്കുവാനായിട്ട്, പാപത്തിൽ വീഴാതിരിക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ പാതയിൽ നിന്നെ കാത്തു സൂക്ഷിക്കും. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതേ അധ്യായത്തിൻ്റെ തന്നെ 11 വചനം വായിച്ചു നോക്കിയേ. അതേ അധ്യായത്തിൻ്റെ തന്നെ 119:11 പറയുകയാണ്, അങ്ങേക്കെതിരെ, കണ്ടോ, കർത്താവ് ഞാൻ പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവവചനം നമ്മളെ ശക്തിപ്പെടുത്തും പ്രിയപ്പെട്ടവരെ. ദൈവവചനം നമ്മളെ നയിക്കും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കി വയ്ക്കുക. അതേ അധ്യായത്തിൻ്റെ തന്നെ 130 വചനം വായിച്ചു നോക്കിയേ. സങ്കീർത്തനം 119, 130 വചനം വായിച്ചു നോക്കിയേ. എല്ലാവർക്കും അറിവ് പകരും. എന്നെ ഇപ്പോഴും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവവചനം ബൈബിള് എഴുതപ്പെട്ടത് ഏതാണ്ട് 1500 വർഷങ്ങളുടെ ചരിത്രത്തിലാണ്. ഒരാൾ എഴുതിയ 40-ലധികം ഗ്രന്ഥകർത്താക്കൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ 1500-ലധികം കാലഘട്ടത്തിനിടയിൽ എഴുതിയതാണ് ബൈബിൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിള്. പക്ഷേ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ എല്ലാം കർത്താവ് നമുക്ക് അറിവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പക്ഷേ ഈ വചനം വീണ്ടും വ്യാഖ്യാനിക്കുമ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും ജ്ഞാനമായിട്ട് വീണ്ടും വീണ്ടും പകരുക. അതെല്ലാം പൊതുവേ ഉള്ളതാണ്. വചനത്തിന് ശക്തിയുണ്ട് സഹോദരങ്ങളെ, വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23 അധ്യായം അതിൻ്റെ 30 വചനം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23 അധ്യായം 30 വചനം വായിച്ചു നോക്കിയേ. അതിനാൽ അടുത്ത വചനം, അടുത്തത് ബാക്കി 2 ഭാഗത്ത് വായിച്ചു നോക്കിയേ. 30 ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 21:30 ഇപ്രകാരമാണ് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടത്തെ പോലെയും അല്ലേ എന്ന് വചനം ചോദിക്കുക. ദൈവം ചോദിക്കുക, അഗ്നി പോലെ, കൂടം പോലെയുള്ള വചനം. വലതുകരം പരത്തി പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സഹോദരങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് തൻ്റെ ഉത്ഥാനത്തിന് ശേഷം 2 ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നുണ്ട്. എമാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, അവരുടെ ഹൃദയങ്ങൾ തളർന്നിരിക്കുക, അവർ ദുഃഖിച്ചിരിക്കുകയാണ്. പക്ഷേ കർത്താവ് അവരുടെ അടുത്ത് തൻ്റെ സഹനത്തെക്കുറിച്ച്, പീഡാസഹനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് ലഭിക്കുകയാണ്. പിന്നീട് അവരതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 32 വചനം. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 32 വചനം വായിച്ചു നോക്കിയേ. അവർ പരസ്പരം പറഞ്ഞു, വചനം വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഹൃദയത്തെ ജ്വലിപ്പിക്കും, അടിമത്തങ്ങളെ ഇല്ലാതെയാക്കും വചനം. വചനത്തിന് ശക്തിയുണ്ട്, ജീവൻ നൽകുവാൻ ശക്തിയുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങളെ. അവിടെ അസ്ഥികളോട് കർത്താവ് പറയാണ്, നീ പ്രവചിക്കുക. എസെക്കിയേൽ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ അസ്ഥികൾ മുഴുവനും എഴുന്നേറ്റ് നിന്ന് വലിയൊരു സൈന്യമായിട്ട് മാറുകയാണ്. ദൈവമെല്ലാം സൃഷ്ടിച്ചത് ഇതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടാണ്. എൻ്റെ സഹോദരങ്ങളെ, വചനത്തിന് ശക്തിയുണ്ട്.
വചനത്തിന് ജീവൻ നൽകുവാനുള്ള ശക്തിയുണ്ട്. നമ്മൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനത്തെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പറയും. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ വചനം പറയുകയാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് കൊയ്യുന്നത്? വചനത്തിന് ശക്തിയുണ്ട്, പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയാണ് കൊയ്യുന്നത്? എന്തിനു വേണ്ടി നമ്മൾ വിതയ്ക്കുന്നത്? വായിച്ചു നോക്കിയേ. സ്വന്തം പാപത്തിന് തിന്മയ്ക്ക് അടിമപ്പെട്ട ഹൃദയങ്ങൾക്ക് ദൈവവചനത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പാപത്തിന് തിന്മയ്ക്ക് അടിമപ്പെട്ട ഹൃദയങ്ങൾക്ക് ദൈവവചനത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിൻ്റെ 1-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം കർത്താവ് എല്ലാവർക്കും ഈ കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്? പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ തള്ളി 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 മാറ്റി നിർത്തി നമ്മൾ ജീവിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൻ്റെ തന്നെ 11-ാമത്തെ വചനം വായിച്ചേക്ക്. കർത്താവ് നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. കർത്താവിനെ വചനം സ്വീകരിക്കും, കർത്താവ് നൽകി. പക്ഷെ വചനം വായിച്ചേക്ക്. അവൻ നോക്കിക്കേ, ദൈവവചനം യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പാറപ്പുറമായിട്ട് മാറുന്നത്, മുള്ളുകളായിട്ട് മാറുന്നത്, പരിപരുത്തതായിട്ട് മാറുന്നത് നമ്മളുടെ ഹൃദയങ്ങളാണ്. നമ്മളാണ് സ്വീകരിക്കാതിരിക്കുന്നത്. കൂടെ കൂടെ കുമ്പസാരിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾ, കൂദാശകൾ, പള്ളിയിൽ പോവുകയോ പ്രാർത്ഥിക്കാതെയോ കുടുംബ പ്രാർത്ഥനയോ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്യാതെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പരിപരുത്ത മേഖലകൾ നമ്മൾ തന്നെ കൂട്ടി ഉറപ്പിക്കുകയാണ്. അവിടെ ദൈവവചനത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല സഹോദരങ്ങളെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21 വായിച്ചു നോക്കിയേ. അവർ ചെയ്തില്ല, മറിച്ച് ദൈവത്തെ നിന്ദിച്ച്, ദൈവവചനത്തെ നിന്ദിച്ച്, കൂദാശകളെ നിന്ദിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അന്ധകാരത്തിൽ നിറയും. പിന്നെ ജ്ഞാനത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. പരിപരുത്ത ഹൃദയങ്ങളായിട്ട് നമുക്ക് മാറും. എത്ര വചനം കേട്ടാലും ഒന്നും സംഭവിക്കത്തില്ല. കാരണം നമ്മൾ കുപ്പിയുടെ മുകൾ ഭാഗം അടച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ്. വലിയൊരു പാത്രം എടുത്തിട്ട് അതിന് മുകളിൽ ഒരു പാത്രം വെച്ചിരിക്കുന്ന പോലെയായിട്ട് മാറും നമ്മുടെ ജീവിതങ്ങൾ. വചനം കേട്ടാലും അതിങ്ങനെ ചെതറിപ്പോവും. മുള്ളുകൾക്കിടയിൽ വരുന്ന ചീത്ത കൂട്ടുകെട്ടുകൾ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, പാപ സാഹചര്യങ്ങൾ, എത്ര വചനം ശ്രമിച്ചാലും സ്വീകരിച്ചാലും പ്രിയ സഹോദരങ്ങളെ, അത് ഫലം നൽകാതെ പോവും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവവചനം, നമ്മൾ വായിക്കുന്ന ദൈവവചനം, നമ്മൾ ശ്രവിക്കുന്ന ദൈവവചനം, ഓരോ വിശുദ്ധ ബലിയിലും നമുക്ക് വേണ്ടി മുറിയപ്പെടുന്ന ദൈവവചനത്തിന് പൂർണ്ണ ശക്തിയുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അത് ശാന്തമാക്കുവാനുള്ള കൃപ, ശക്തി ആ ദൈവവചനത്തിനുണ്ട്. നമ്മൾ എത്രത്തോളം അതിനെ സ്വീകരിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ സന്നിധിയിലേക്ക് അരുളപ്പാടുണ്ടായപ്പോൾ ആ അമ്മ ആ വചനം സ്വീകരിച്ചത് കൊണ്ടാണ്, ഗബ്രിയേൽ ദൂതനിലൂടെ വന്ന ആ അമ്മയിലേക്ക് വന്ന വചനം സ്വീകരിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു അമ്മയിൽ രൂപപ്പെട്ടത്. നമ്മൾ എപ്രകാരം യേശു ക്രിസ്തു ആവുന്ന ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു, അവിടെ യേശു ക്രിസ്തു നമ്മളിൽ രൂപപ്പെടും. വചനത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറും. ജീവിതം തന്നെ യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് മാറും. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. കർത്താവേ, വചനത്തിൻ്റെ വലിയൊരു പെരുമഴ, കർത്താവെ, അടഞ്ഞ ഹൃദയങ്ങൾ, കർത്താവെ, വചനം ശ്രമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, കർത്താവെ, അന്ധകാരത്തിൽ വീണുപോയ ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് തുറക്കണമേ. കർത്താവെ, വചനത്തോട് കർത്താവെ ഒരു സ്നേഹം തരണമേ. കർത്താവെ, നിരന്തരം വചനം പ്രാർത്ഥിക്കുവാനായിട്ട്, വായിക്കുവാനായിട്ട്, കർത്താവെ, ഓരോ ദിവസവും അധ്യായങ്ങൾ വായിച്ചുകൊണ്ട് കർത്താവെ
അങ്ങേ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി വചനത്തിന് വേണ്ടി ദാഹിച്ചെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ അഴിയട്ടെ. വചനത്തിനെതിരായിട്ടുള്ള തിന്മകള്, പാപത്തിന്റെ അടിമത്തങ്ങള് യേശുനാമത്തിൽ അഴിയട്ടെ. വചനത്തോട് പ്രാർത്ഥനയോടുള്ള എതിർചിന്തകള് യേശുനാമത്തിൽ അഴിയട്ടെ. യേശുനാമത്തിൽ അഴിയട്ടെ. എതിർ ചിന്തകൾ വിട്ട് മാറിപ്പോട്ടെ. എതിർ പ്രാർത്ഥനകൾ വിട്ട് മാറിപ്പോട്ടെ. വചനത്തോട് പ്രാർത്ഥനയോടുള്ള വിരോധം, വിദ്വേഷം യേശുനാമത്തിൽ വിട്ട് മാറിപ്പോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പിടിച്ച്